ഇത് ഞാൻ ഇപ്പോൾ പൊളിച്ചടുക്കി ഇപ്പോൾ സെറ്റാക്കി തരാം അമ്മൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇച്ചിക്കുട്ടൻ അവിടെ നിന്ന് പൊളിക്കുന്നത്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ചോളാണ് കേട്ടോ. ഇച്ചിക്കുട്ടനാണെങ്കിൽ അവൻ്റെ ആരോഗ്യം മൊത്തം എടുത്തിട്ട് വലിച്ച് പറിക്കുവാണ് കേട്ടോ. അത് കവറൊന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി ഇട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് 3 പേർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ചോളം. അപ്പോൾ അവൻ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ ബഹളം ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാരണം പക്ഷേ അവനിൽ കൂടുതൽ അവൻ ആഗ്രഹമോ തന്നെ പൊളിക്കണം കേട്ടോ. പക്ഷെ നടപടിയാവോ അവൻ ഒരു പ്രകാരത്തിൽ പതുക്കെ പതുക്കെ പൊളിച്ച് കൊണ്ടുവരുന്നുണ്ട് ആള്. കിട്ടിയാലും വേണ്ടില്ല കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇത് പൊളിച്ചിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ അവൻ്റെ ശക്തി എല്ലാം എടുത്ത് അവൻ പൊളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മോനെ ഞാൻ പതുക്കെ പൊളിച്ചിടാം. വേണ്ട അമ്മു പൊളിക്കണ്ട ഞാൻ പൊളിക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു മോനെ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പതുക്കെ നൈസായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ എന്നാലും വേണ്ട അമ്മു ഞാൻ പൊളിക്കാം. എന്നിട്ട് അവനങ്ങ് പൊളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. അവനവിടുന്ന് അറിഞ്ചും പുറിഞ്ചും ഒക്കെ വലിച്ചു കയറുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നൂലമ്മൂ ഇതെന്താ നൂലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കണേ എന്നൊക്കെ അവൻ എൻ്റെ ഡയലോഗ് ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ ഫൈനലി ഞാനൊന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഇച്ചിക്കുട്ടിൻ്റെ കുറേ നേരത്തെ പരിശ്രമത്തിൻ്റെ വിജയമാണ് കേട്ടോ നിങ്ങളിതേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാം വലിച്ച് പറിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് എടുത്തപ്പോൾ പിന്നെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു 2 പീസാക്കി മുറിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നും എടുത്ത് വെക്കാൻ, കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനെല്ലാം മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇച്ചിക്കുട്ടൻ പിന്നെ കിച്ചോട്ടൻ മേലോട്ട് പോയപ്പോൾ കിച്ചൻ്റെ കൂടെ മെലഡി കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ നമ്മൾ ചോളം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കും. അതിൻ്റെ പുറകെ മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പ്ലെയിനായിട്ട് ചെറിയൊരു ഉപ്പിട്ട് മാത്രം വേവിച്ചെടുക്കുന്നുള്ളൂ. എന്നാലും നല്ല അടബാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വെച്ചു. പിന്നെ അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പം നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് കരിയായിട്ട് കഴിക്കണം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ഞാൻ ചോറും ചപ്പാത്തി കഴിക്കുന്നുണ്ട്. ഇച്ചിക്കൂടെ അവന് ചോറാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അവനവിടെ ഇന്ന് ചോറൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് കഴിച്ചപ്പോൾ അവന് കറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കറി കഴിക്കുന്നുണ്ട്. ചോറ് കഴിക്കാൻ ആൾക്ക് ഭയങ്കര മടിയൊക്കെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചോളൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ വെച്ച് ഭയങ്കര ഉഷാറോടെ ആൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ ചോളം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പോൾ ചൂട് പതുക്കെ നൈസായിട്ട് ആറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഒരു സമാധാനമില്ല. എങ്ങനെയെങ്കിലും അവനിത് കഴിക്കണ്ടോ. ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിന്. അതുകൊണ്ടാണ് മിക്കപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മിക്കവാറും ചോളം എവിടെയും കണ്ട് അപ്പോൾ അവന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംമാതിരി ചോളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവനത് പുഴുകി വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. നമ്മുടെ മറൈൻ ഡ്രൈവിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇഷ്ടംമാതിരി ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ. അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്ത് അവനത് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വയ്ക്കാണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ മടക്കി വെച്ചു. ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു. ഇച്ചിക്കൂടെ പിന്നെ അച്ഛയായിട്ട് അവിടെ നിന്ന് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നേരെ അടുക്കളയിൽ പോയി തുടച്ച് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുട്ടി വ്ളോഗ് എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം.